ഇപ്പം നമ്മുടെ ഐറ്റം റെഡിയാണ്. ചിക്കൻ ഇട്ടു. മല്ലിയില ഉണ്ടാവാറുണ്ട്. മല്ലിയിലല്ല ഇത് മിൻറ്റ്. ഓക്കെ, മിൻറ്റ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആല്യ. ഞാൻ കുറേ നാളുകളായി യൂട്യൂബ് ചാനൽ തുടങ്ങണം, യൂട്യൂബിൽ വീഡിയോസ് ഇടണം എന്നൊക്കെ ആഗ്രഹം കൊണ്ട് നടക്കുന്നു. ഈ ആഗ്രഹത്തിനൊരു ഏതാണ്ട് 6, 7, 8 ഇയേഴ്സൊക്കെ വയസ്സുണ്ടാവാം. ഓൾമോസ്റ്റ് 10 ഇയർ. ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തതിനും എനിക്ക് കുറേ കളിയാക്കലും കേട്ടിട്ടുണ്ട്. കളിയാക്കൽ പോട്ടെ, അത് അതിൻ്റെ സൈഡിൽ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് വാ ഈ തട്ടിപ്പോവും. വാ പറയട്ടെ. വാ, ശുക്രുമണി. സോ അപ്പം ഞാനിപ്പോൾ താഴ്ന്ന്, ഇവൻ്റെ പേര് ആദി എന്നാണ്. ആദം. എന്താ പേര്? ആദമല്ല, ആദം. ഓക്കെ. സോ ഞാനിപ്പോൾ താഴെ, ഞങ്ങളിപ്പോൾ ഒരു ഹഗ്ഗൊക്കെ കഴിഞ്ഞ് വന്നേരാം. അത് കുട്ടി കളിച്ചു. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറയുന്നത് എനിക്കൊരു ഹഗ് വേണം. ഇപ്പം ഞാനൊരു ഭയങ്കര എനിക്കൊരു റിഗ്രറ്റ് ഫീല്. അതായത് ഇത്രയൊക്കെ ഫെസിലിറ്റീസ്, ഇത്രയൊക്കെ സാധനങ്ങൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ സ്റ്റാൻഡ് ഉണ്ട്, ലൈറ്റ്സ് ഉണ്ട്, ക്യാമറ ഹോൾഡ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ. മുമ്പത്തെ വീട്ടിൽ എൻ്റെ പ്രശ്നം നാച്ചുറൽ ലൈറ്റ് കുറച്ച് കുറവാണെന്നാണ്. അത് വിൻഡോ ആണ്, അതിനും ഇപ്പോൾ കുറവില്ല. ഓക്കെ. സോ എല്ലാം അവൈലബിൾ ആയിട്ടും ഞാൻ യൂട്യൂബ് ചാനൽ ഇപ്പോഴും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വീഡിയോ ഇടുന്നില്ല എന്നുള്ളത് പ്യുവർലി എൻ്റെ മിസ്റ്റേക്കാണ്. എൻ്റെ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുള്ള ഒരു പോരായ്മ ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മുതൽ, ഇന്നത്തെ ഡേറ്റ് 11th August 2025, ഇന്ന് മുതൽ ഒരു വീഡിയോസ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. പറ്റുന്ന പോലെ. എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. ഇപ്പോൾ ഡ്യൂട്ടിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അതിനൊരു എന്താ പറയുക, നമ്മൾ ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്യുമ്പം നമ്മളതിന് ഒഴിവ് കഴിവ് പറയേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഞാൻ വിചാരിക്കുന്നു ഇന്ന് മുതൽ ഒരു യൂട്യൂബ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഇതെന്ന് പറഞ്ഞാൽ മാക്രമേ. ഓക്കെ. ഓക്കെ, മാക്രമേ. ഓക്കെ, താൻ പൊക്കോ. മാക്രമേ എന്ന് പറയുമ്പോൾ ഇതൊരു ഈ കോഡൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം, അത് എനിക്ക് ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇത് ഞാൻ ചെയ്തതല്ല, അത് ഞാൻ ഷീനിൽ നിന്ന് വാങ്ങിയതാണ്. ബട്ട് സ്റ്റിൽ, സോ ഞാൻ വിചാരിച്ചു എന്താ സ്റ്റൈല്. നാട്ടുകാർ കാണും. എനിവേ, സോ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഷെയർ ചെയ്യാന്ന്. പിന്നെ ഇവൻ്റെ പേര് ആദം. ഓക്കെ, നോക്കി വെച്ചോ. ഇവൻ്റെ ആൾ അടിപൊളിയാണ്. എൻ്റെ മകനായതുകൊണ്ട് ഞാൻ പറയില്ല. ഇവൻ്റെ വീഡിയോ വിട്ട് വേണമെങ്കിൽ തന്നെ ഞങ്ങൾക്ക് മില്യൺസ് ആൻഡ് ട്രില്യൺസ് ഉണ്ടാക്കാം അല്ലേ ആദ്യക്കൂട്ടാ? സോ ബട്ട് എനിക്കങ്ങനെ അധികം എക്സ്പോസ് ചെയ്യാൻ താല്പര്യമില്ല. കുറേ വീഡിയോസ് ഉണ്ട്, കണ്ടു കഴിഞ്ഞാൽ അറിയാലോ, പിള്ളേരാണ്. അപ്പം എന്തായാലും അവരുടെ വായന്ന് വരുന്നതും ഡയലോഗടിയൊക്കെ ചിലത് രസം ഉണ്ടാവും, ചിലത് അത്ര രസം ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ ഇവൻ അടിപൊളിയാണ് ആള്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ചെറിയ ക്ലിപ്പായിട്ട് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പം
കുറച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ കുക്ക് ചെയ്യാൻ പോകുമായിരിക്കും. വൈകുന്നേരം 8 മണിയാകുമ്പോഴേക്കാണ് ഫ്രണ്ട്സ് വരുന്നത്, ഹസ്ബൻഡ് ഫ്രണ്ട്സാണ്. അപ്പം ഇപ്പോൾ ഓൾമോസ്റ്റ് 3 o'clock അങ്ങാണ്ടായി. അപ്പം ഞാൻ ബിരിയാണിയാണ് ഉദ്ദേശിക്കുന്നത്, ചിക്കൻ ബിരിയാണി. പിന്നെ നമ്മുടെ ചട്ടിപ്പത്തിരി ഉണ്ട്, എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. അത് കോഴിക്കോട് ആ ഭാഗത്തുള്ള ഡിഷാണ്. എക്സാക്ട് ചട്ടിപ്പത്തിരി അല്ല ഞാൻ ഉണ്ടാക്കുന്നത്. എന്താണ് എക്സാക്ട് ചട്ടിപ്പത്തിരി അല്ല ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ ഈ അടുത്ത് ഇൻസ്റ്റയിൽ നിന്ന് എനിക്കൊരു വീഡിയോ കിട്ടിയായിരുന്നു. അപ്പം ആ ചട്ടിപ്പത്തിരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വെറും ചട്ടിപ്പത്തിരി അല്ല, കക്കയല്ല, കല്ലുമ്മക്കായ. കല്ലുമ്മക്കായ ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബിരിയാണി, ചിക്കൻ ബിരിയാണി, തലശ്ശേരി ചിക്കൻ ബിരിയാണിയാണ് ട്രൈ ചെയ്യുന്നത്. എനിക്കിങ്ങനെ ഓവർ മസാലയുള്ള ബിരിയാണീസ് താല്പര്യമില്ല. വൺസ് ഇൻ എ വൈൽ കഴിക്കാന്നല്ലാതെ അല്ലാതെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ലെസ് സ്പൈസി ആയിക്കോട്ടെ, പച്ചമുളകിൻ്റെ സ്പൈസി ഉള്ളത്, ലെസ് മസാലയുള്ള ഒരു ചെറിയ മധുരം സവാളേൻ്റെ കുത്തൊക്കെ ഉള്ള ഒരു ചിക്കൻ ബിരിയാണി ഞാൻ ഉദ്ദേശിച്ചവിടെ കാര്യം മതിയായിരുന്നു. ഇന്ന് എൻ്റെ മൈൻഡ് ഓക്കെയാണ്. സോ എനിക്ക് തോന്നുന്നു എൻ്റെ കുക്കിങ്ങും സെറ്റ് ആവുന്നതാണ് എനിക്കൊരു തോട്ടുള്ളത്. എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ മൈൻഡ് ഓക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്നത് നമ്മളൊരു സ്പെഷ്യൽ ആൾക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മളെ കുക്കിംഗ് സമയത്ത് വെറും കുക്കിങ്ങും സാധനങ്ങളും മാത്രം റെഡി ആയാൽ പോരാ. ആ ഉണ്ടാക്കുന്ന ആളുടെ മനസ്സും കൂടെ ഹാപ്പി ആണെങ്കിൽ ആ ഫുഡിന് സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. അത് എനിക്ക് പല പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. താല്പര്യമില്ലാതെ കുക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇൻട്രസ്റ്റോടുകൂടി കുക്ക് ചെയ്ത് കഴിഞ്ഞാലും രണ്ടും വ്യത്യസ്തമായിരിക്കും. എനിക്ക് പലപ്പോഴും എൻ്റെ കുക്കിങ്ങിൽ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഞാനിപ്പം എനിക്ക് കുറച്ച് നാട്ടിൽ പോകാനുള്ളത് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഷോർട്ട് കോഡും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് സെറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ കുക്കിങ്ങിലേക്ക് കിടക്കും. അപ്പോൾ നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, സോ ഇതിപ്പോൾ ഏകദേശം 3:48. ഓക്കെ, സോ എൻ്റെ പ്ലാൻ, നമുക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കണം. ദെൻ ഒരു എന്തെങ്കിലും സ്വീറ്റ്സ് അല്ല, എന്തെങ്കിലും പലഹാരം ഐറ്റം ഉണ്ടാക്കണം. പിന്നെ ഇപ്പം ആശാൻ വിശക്കുന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ വെച്ചൊരു പെട്ടെന്നൊരു ഉള്ളിവട ഉണ്ടാക്കിയിട്ട് അതിലൊതുക്കാമെന്ന്. ഇത്ര ഐറ്റംസ് ഉണ്ടാക്കണം. ഓക്കെ, 3-4 മണി, ഏകദേശം 5, 6, 7, 8 4 മണിക്കൂറുണ്ട്. അതൊക്കെ ഐ തിങ്ക് ബിരിയാണിയും ഇതുമല്ലേ. ഓക്കെ, പോകെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. കുക്കിംഗ് വീഡിയോസ് ആയിട്ടല്ല, അല്ലാതെ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതിൻ്റെ ബേസിൽ എടുക്കുന്ന വീഡിയോ ആയിട്ട്. ഓക്കെ, സോ നമ്മൾ സവാള പ്രിപ്പയർ ചെയ്യാണ്. എനിക്ക് ആക്ച്വലി നമ്മൾ ചോറും കറിയും, സാധാ ചോറും എന്തെങ്കിലും കറിയും തോരനും അങ്ങനെ വെക്കുന്നതിലും എളുപ്പമായിട്ട് എനിക്ക് ബിരിയാണി വെക്കാൻ പറ്റും. അത് പിന്നെ എനിക്ക് തോന്നുന്നു അതാ ബിരിയാണിയാണ്. അതായത് ചിക്കൻ വേവിക്കുക, റൈസ് വേവിക്കുക. എനിക്ക് ചിക്കൻ ഒരു സമയത്ത് എനിക്ക് ബിരിയാണി റൈസ് അല്ലെങ്കിൽ ഗീ റൈസ് എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ കൂടി എനിക്ക് അതിൻ്റെ വേവ് അറിയില്ല. എന്നിട്ട് ഞാനിങ്ങനെ മിനിറ്റിന് തുറന്ന് നോക്കും, വെന്തോ അല്ലെങ്കിൽ ഉമ്മനെ പിടിച്ച് അടുത്ത് നിർത്തും വേവ് നോക്കാൻ വേണ്ടി. കൂടുതലും ഉമ്മച്ചിനെ പിടിച്ച് നിർത്താറ്. ആ സമയത്താണ് ഞാൻ കുക്കിങ്ങൊക്കെ ഈ റൈസിലേക്കൊക്കെ കടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ആരെങ്കിലും അടുത്ത് പിടിച്ച് നിർത്തുമായിരുന്നു വേവ് നോക്കിയിട്ട്, തീ കൂട്ടി കുറച്ച് വയ്ക്കാൻ. ഇപ്പം എനിക്കറിയാം. ഇപ്പം ഏതരി കിട്ടിയാലും ഒരു ഏകദേശം എത്രത്തോളം വേവ് വേണ്ടി വരും എന്നുള്ളത് ഇപ്പം എനിക്കറിയാം. സോ അങ്ങനെ ഞാനിപ്പോൾ ആദ്യം വിചാരിച്ചു എല്ലാം ഒന്ന് മുറിച്ച് വെച്ചിട്ട് പിന്നെ നമുക്കത് മിക്സ് ചെയ്ത് റൈസും കൂടെ സെറ്റാക്കാനുള്ളൂ. അപ്പം ഞാൻ അവനുള്ള വല്ലതും സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ട് പിന്നെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാം. കല്ലുമ്മക്കായ ചട്ടിപ്പത്തിരി സുഖമില്ലല്ലോ. സോ നമുക്ക് തക്കാളി വേണം.
മല്ലിയില വേണം. കറിവേപ്പില ഞാൻ ഇടുന്നത് കണ്ടിട്ടുണ്ട് വീഡിയോസിൽ. സോ ഇതെടുക്കാം. തക്കാളി നമുക്ക് 2 വലിയ തക്കാളി എടുക്കാം. പച്ചമുളക് വേണം. ഇഷ്ടമാണ്. പിന്നെ ക്യൂക്കമ്പർ എടുക്കാം. ക്യാരറ്റ് എടുക്കാം. ക്യാരറ്റ് സാലഡിൽ ഞാൻ റൈസിലും ഇടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഐറ്റംസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ പോരാം. നമുക്ക് മല്ലിയില ഞാൻ കാണിച്ചില്ല, ഇവിടെ തന്നെ തോട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് മല്ലിയില ആക്ച്വലി ഇവിടെ തന്നെ ഉണ്ട്. പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് പുറത്ത് പോയിട്ട് സീസേഴ്സ് തന്നെയാണ് കാണില്ല. നമുക്ക് പോച്ച് ഒരു കാര്യം വെച്ചാൽ ഇത് ആക്ച്വലി നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇവിടെ തന്നെ ഞങ്ങളുടെ മുമ്പ് താമസിച്ച ഇവിടുത്തെ ഓണർ നനച്ച് ഉണ്ടാക്കിയ മല്ലിയിലയാണ്. ഇത് ഞാൻ വെട്ടിക്കൊടുക്കും, അത് പിന്നെയും ഉണ്ടാവും, പിന്നെയും വെട്ടും, പിന്നെയും ഉണ്ടാവും. സോ എനിക്കൊന്ന് ഇവിടുത്തെ മണ്ണിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നല്ലപോലെ വളരും തോന്നുന്നു. കാരണം വെറുതെ വെച്ചാൽ പോലും, മേ ബി തണുപ്പായതുകൊണ്ടായിരിക്കാം, നമ്മൾ ഗ്ലാസ്സിലിട്ട് വെറുതെ വെച്ചാൽ പോലും മല്ലിയില ഉണ്ടാവാറുണ്ട്. മല്ലിയിലല്ല ഇത് മിൻറ്റ്. ഓക്കെ, മിൻറ്റ്. സോ പോകെ ഞാൻ ബാക്കി വീഡിയോസ് എടുക്കാം. ഇപ്പം ഞാനൊന്ന് കട്ട് ചെയ്യണം. ഇത്ര ഐറ്റംസ് നമ്മൾ വെള്ളത്തിലിട്ട് ക്ലീനാക്കി അരിഞ്ഞെടുക്കാൻ പോവാണ്. ഇനി അരി ഇടണം, ചിക്കൻ സെറ്റാക്കാനുണ്ട്. ഓക്കെ, ഐറ്റംസൊക്കെ ഇവിടെ റെഡിയാണ്. ഇത് റൈസിനേക്കുള്ളതാണ്. റൈസും സാലഡും, മിൻറ്റ്, കൊറിയാൻഡർ, സവോള, ചിക്കൻ, ജിഞ്ചർ ഗാർലിക് ആൻഡ് ചില്ലി, തക്കാളി, റൈസ്. ഇത് പൊരിക്കാമെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയും ഐറ്റംസാണ്. ഇനി നമുക്കിത് ഇതും മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിക്കണം. ഒരു മസാല ഇടും, അതിലേക്ക് വേവിച്ച് വെച്ച് റൈസ് ഇട്ട് ദമ്മിടും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഓക്കെ, ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ്. അപ്പോൾ നമ്മുടെ ഐറ്റം റെഡിയാണ്. ചിക്കൻ ഇട്ടു, സവോള, തക്കാളി, ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ്, കൊറിയാൻഡർ, മിൻറ്റ് ലീഫ്, തൈര്, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ആൻഡ് ഗരം മസാല. ഓക്കെ, ഇതൊരു ഇൻസ്റ്റാഗ്രാം റെസിപ്പിയാണ്. ഞാൻ ആക്ച്വലി കുറേ നാളെ ഇങ്ങനത്തെ ഒരു റെസിപ്പിക്ക് ട്രൈ ചെയ്യുന്നു. ഓക്കെ, കിട്ടിയായിരുന്നു, പിന്നെ അത് പോയി, പിന്നെയും ഇങ്ങനെ കിട്ടി. സോ നോക്കാം. ഇതിനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കും. മിക്സ് ചെയ്ത് മൊത്തം ഉപ്പ് നോക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കും. എന്നിട്ട് ഞാൻ സ്ലോയിലിട്ട് വേവിക്കും. അപ്പോഴേക്ക് ഞാൻ ഓൾറെഡി ഇവിടെ റൈസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇച്ചിരി കൂടെ ഒന്ന് ആവാനുണ്ട്. സോ അത് സോക്കാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കണം, പൊരിക്കാനുള്ള. അത് കട്ട് ചെയ്തിട്ട് വേണം ഉണ്ടാക്കാൻ. ഓക്കെ, എന്നിട്ട് നമ്മൾ റൈസ് സെറ്റാക്കും. ഗാർണിഷ് ചെയ്യാനുള്ള ഒണിയൻ റെഡിയാക്കണം. നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ. ഈ ഒരു ഇൻസെൻസ് ബർണർ ആക്ച്വലി എസ്തെറ്റിക് ഇങ്ങനെ വാരി വിതറുന്നൊരു ഐറ്റമായിട്ട് എനിക്ക് തോന്നിയത്. ഇത് കണ്ടപ്പോൾ തന്നെ ഫസ്റ്റ് സൈറ്റ് ലവ് ആയിരുന്നു. കണ്ടു, ഇഷ്ടപ്പെട്ടു, അപ്പോൾ തന്നെ അത് ഓർഡർ ചെയ്തു. ഇതിൽ നിന്നാണ് ഇങ്ങനെ എയറൊക്കെ പോണത്, ആ പുക പോണത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒടുക്കത്തെ എസ്തെറ്റിക്, ഒടുക്കത്തെ ഫോട്ടോ എടുത്തപ്പോഴും വീഡിയോ എടുത്തപ്പോഴൊക്കെ
ഒരു അപാര. ഇത് ഞാൻ ആക്ച്വലി പറയണത് നമ്മളെ അലാവുദ്ദീൻ്റെ അത്ഭുതവിളക്കുന്ന അതിൻ്റെ ഒരു ഷേപ്പൊക്കെ ഇല്ലേ കാണാൻ. എന്തായാലും അങ്ങനെ ബിരിയാണിയൊക്കെ വെച്ചതല്ലേ, അപ്പം ഞാൻ കരുതി സ്മെല്ലൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടി ഇത് കത്തിച്ച് വെക്കാമെന്ന്. അപ്പം നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്, കാണിച്ചു തരാം. നമ്മുടെ ചിക്കൻ ഫ്രൈ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ചിക്കൻ ഫ്രൈ, ഇത് പ്രോൺസ് കറി, ചായ ഓൺ ട്രോസസ്, ബിരിയാണി ആൻഡ് കുറച്ച് പൊറോട്ടയാണ്. പൊറോട്ട ഒരു 5 ഉണ്ടാക്കിയിട്ടുള്ളൂ. വേണമെങ്കിൽ നമുക്ക് അപ്പം ഉണ്ടാക്കാമെന്ന്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് സാലഡ്. അച്ചാർ വേറെ ഉണ്ട്. സോ ഇതാണ് ഇന്നത്തെ കുക്കിംഗ്. ഞാൻ കടുക്ക കല്ലുമ്മക്കായ ഒക്കെ ഉണ്ടാക്കണമെന്നൊക്കെ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുണ്ടാക്കാനുള്ള മതി ഉണ്ടാക്കാൻ ഞാൻ വിട്ടുപോയി. അത് ഞാൻ പുറത്തെടുത്തൊക്കെ മറന്നുപോയി. അങ്ങനെ അതുണ്ടാക്കാനുള്ളൊരു ഇതും വിട്ടുപോയി. ആക്ച്വലി പൊറോട്ട പ്ലാനില്ലായിരുന്നു. പൊറോട്ട ഇൻ ബിറ്റ്വീൻ കയറി വന്നതാണ്. പൊറോട്ടയും ചെമ്മീൻ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഉണ്ടാക്കണം വേണ്ടിയെന്ന്. ഓക്കെ, സോ പ്രോബബ്ലി I will end this video here. Oh no, ഞങ്ങൾ ഫുഡ് കഴിക്കണ സമയത്ത് ഫുഡ് എടുക്കാം, ഫുഡ് സെർവ് ചെയ്യണേ. ഇനി അവർക്ക് വരുന്ന ഗസ്റ്റിന് ഇഷ്ടമാണെങ്കിൽ അവരെയും കൂടെ കാണിക്കാം. ഒരു ഇമ്പാക്ട് ശൈത്യക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാനേ ഫുഡ് അവർ വരുന്നത് വീഡിയോ എടുക്കാൻ ഫുഡ് കാണിക്കാനൊക്കെ പറഞ്ഞായിരുന്നു. ഒന്നും എടുത്തില്ല. എനിവേ, അപ്പൊ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കണം. ബൈ ബൈ. ബൈ ഫ്രം ഒന്നുമില്ല, ഞങ്ങൾ അത്ര. ഓക്കെ, ബൈ.